പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ ഇല്ലാലോ. ലാലേട്ടനൊന്നും ലാലേട്ടൻ തന്നെ തുടരും. ഞാൻ എഴുതുന്നു, ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, തരുൺ ഡയറക്റ്റ് ചെയ്യുന്നു. അത്രയും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് സർപ്രൈസുകൾ തരണമെന്ന് തോന്നി, കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കണമെന്ന് തോന്നി. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു കിക്ക് കിട്ടി. ഞാനിതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. ഏട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പം വിളിച്ചു, രാവിലെ വിളിച്ചിരുന്നത് ഇപ്പം വീഡിയോ കോൾ വന്നിരുന്നു. ഈ എക്സൈറ്റ്മെന്റിൽ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. സസ്പെൻസ് ആണ്, പക്ഷെ അത് വളരെ ബ്രില്യന്റ് ആണ്. ലാലേട്ടൻ സൂപ്പർ. പഴയ ലാലേട്ടനെ ഞങ്ങൾ കണ്ടു. പിന്നെ ലാലേട്ടന്റെ സ്റ്റണ്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് അഭിനയിക്കാൻ പറ്റുന്നെങ്കിൽ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ആ യാത്രയുടെ ക്ലൈമാക്സ് ആണ്. ആ ഒരു മൂവി തിയേറ്ററിൽ ഇതിനോടൊപ്പം കാണേണ്ട ഒരു നിമിഷത്തെ ഒരു എക്സ്പീരിയൻസ്. ഭയങ്കര സന്തോഷം തോന്നി. കാരണം കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ 22-നാണ് ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. ഈ വർഷം ഏപ്രിൽ 25, അതായത് ഒരു വർഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ പടം റിലീസായി. ഒരുപാട് സന്തോഷം. ഒരുപാട് എഫേർട്ട് ഉണ്ടായിരുന്നു, ഒരുപാട് യാത്രകളുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്ത് ഒരു സിനിമ തിയേറ്ററിലെത്തി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിലും പരമായ സന്തോഷം വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ തരുൺ ഒപ്പമുള്ള യാത്രയിൽ തുടരുകയാണ്. കാസ്റ്റ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഞാൻ എഴുതുന്നു, ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, തരുൺ ഡയറക്റ്റ് ചെയ്യുന്നു. അത്രയും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ലാലേട്ടനൊപ്പം തന്നെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളല്ലെങ്കിൽ അച്ഛന് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളെന്ന രീതിയിൽ അദ്ദേഹത്തോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ലാലേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയല്ല. കാരണം ഈ സിനിമയ്ക്ക് കോ ഡയറക്ടറായിട്ട് കൂടെയും കൂടി നിൽക്കുക എന്ന് പറയുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ കൂടെ അഭിനയിക്കുന്ന മാത്രമല്ല, നമ്മൾ സീനുകൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് സീൻ എന്നുള്ള പുള്ളിയെ പോലുള്ള ആക്ടറൊക്കെ, കാരണം എത്രയോ പടങ്ങൾ അഭിനയിച്ച് ഇനി അങ്ങോട്ട് കഥാപാത്രങ്ങൾ ചെയ്യാനില്ല. അങ്ങനെ ഒരു ആക്ടർ നമ്മൾ സീനുകൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ പുള്ളി അമ്മ അടുത്ത് ചോദിക്കും, മോനെ അടുത്ത സീൻ എന്താ, ഞാൻ ഇതിൻ്റെ ഡയലോഗ് എന്താ, അത് വേറെ സന്തോഷം. ഈ പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ അങ്ങനെയൊക്കെ പറയുന്ന ആളുടെ ഒരു ടേംസിനോട് എന്താണ്? അതിനോട് ഞാൻ യോജിക്കുന്നത്. അങ്ങനെ ഒരു പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ ഇല്ലാലോ. എല്ലാ നടനും അതത് സിനിമകൾ പുതിയ സിനിമയാണ്. കാരണം ഇതുപോലൊരു സിനിമ ഇനി ഉണ്ടായില്ല, ഇനി ഉണ്ടാവുകയില്ല. അപ്പം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമയും പുതിയ സിനിമയാണ്. അപ്പം അങ്ങനെ പഴയത് പുതിയത് ഒന്നുമില്ല. അപ്പം ലാലേട്ടനൊന്നും ലാലേട്ടൻ തന്നെ തുടരും. നല്ലായിരുന്നു. എല്ലാവരും ടീം മൊത്തം ഹാപ്പിയാണ്. നമ്മളെല്ലാം ഹാപ്പിയാണ്. മോഹൻലാല് ലാലേട്ടൻ പിന്നെ പറയണ്ടല്ലോ, ഉഗ്രനായിരുന്നു. ശോഭന മാമും ഭയങ്കര രസമായിരുന്നു. ഈ എക്സൈറ്റ്മെന്റിൽ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഈ തരുൺമൂർത്തി ജനങ്ങളെ പറ്റി വിചാരിക്കുന്നുണ്ടോ? ചെറിയൊരു പടം, ഒരു സാധാരണ ഒരു പടം കണ്ടിട്ട് ഇത്ര ഗംഭീരമായിരുന്നു. അങ്ങനെ ഒന്ന് കണ്ടാൽ മതി. തരുൺ വരുന്നുണ്ട് ബാക്കില്, നേരിട്ട് ചോദിച്ചോ. ലാലേട്ടൻ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ വലിയ നന്ദിയുണ്ട്. ഇതുപോലെ കൊണ്ടുപോകുന്നതിൽ വലിയ നന്ദിയുണ്ട്. സൈലന്റ് ആയിട്ട് വന്ന് കപ്പടിക്കാനുള്ള പരിപാടി. സൈലന്റ് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ആ സിനിമ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ തോന്നി. അപ്പോൾ അതിൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ കണ്ടപ്പോൾ ഇതിങ്ങനെ പറയണം എന്ന് തോന്നി, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് തോന്നി, ഇങ്ങനെയാണ് സർപ്രൈസുകൾ തരണം എന്ന് തോന്നി, കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കണം എന്ന് തോന്നി. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു കിക്ക് കിട്ടി. ഞാനിതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. എനിവേ നിങ്ങൾ ഈ തരുന്ന എനിക്കറിയില്ലോ. അതെ ഇല്ല, അത് അങ്ങനെ ഒരു കഥ പറച്ചിൽ ആഗ്രഹിച്ചു. പിന്നെ ഇപ്പം പുതിയ നൂതനമായ ടെക്നോളജികളുണ്ട്, AI ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ സാധ്യതകൾ, സാറിൻ്റെ പഴയ ഫോട്ടോകളൊക്കെ വെച്ചിട്ടൊരു വലിയൊരു എഫേർട്ടായിരുന്നു. ലാലേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പം വിളിച്ചു, രാവിലെ വിളിച്ചിരുന്നത് ഇപ്പം വീഡിയോ കോൾ വന്നിരുന്നു. സോ ഹാപ്പിയാണ്. ഓഡിയൻസ് കുറച്ചുപേര് എനിക്കറിയില്ല, എനിക്ക് മെസ്സേജുകൾ വരുന്നത് മാത്രമേ അറിയാവുള്ളൂ. കിരീടം പോലെ ഭയങ്കര ഇമോഷണലി താങ്ക് യു ഇതെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. നല്ല സിനിമ ആയിരിക്കും എന്ന് തിരക്കഥ കിട്ടുമ്പോൾ തന്നെ അറിയായിരുന്നു, നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അറിയായിരുന്നു. പക്ഷേ റിസൾട്ട് വൈസ് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ സന്തോഷം. ഇനി ബാക്കി പുറത്തുനിന്നൊക്കെ വന്ന കോളുകൾ വരുന്നു, എന്നാലും കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് അറിയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ പരിചയക്കാർ, സ്വന്തക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അറിയില്ല കറക്റ്റ് ഫീഡ്ബാക്കുകൾ. എനിവേ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും. തവണ ഓപ്പോസിറ്റ് അഭിനയം അതൊരു വല്ലാത്തൊരു ക്രേസി അനുഭവമായിരിക്കും. എല്ലാവരും ഇന്റർവ്യൂവിൽ പോകുന്നു പറയുന്നു, ആരുടെ വില്ലൻ അവതരിപ്പിച്ചത് ശരിക്കും എസ്പെഷ്യലി നമ്മൾ ലാലേട്ടനുമായിട്ടൊരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് വളരെ വലുതാണ്. പിന്നെ വളരെ ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്, അതിൻ്റെ ക്യാരക്ടർ ഷെയ്ഡ്സ്. അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നോ ഈ കാര്യം വന്ന് പറഞ്ഞപ്പോൾ?
അവതരിപ്പിക്കുന്നതിൽ തീർച്ചയായിട്ടും. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി ആയിട്ട് തോന്നും. പിന്നെ ക്യാരക്ടറിന് നല്ലൊരു ഡെപ്ത്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇറ്റ്സ് ട്രൂലി എക്സൈറ്റിംഗ് ശരിക്കും. പിന്നെ നാച്ചുറലി ദ ഹോൾ ക്രൂ വെരി കംഫർട്ടിങ്, ഇൻട്രസ്റ്റിംഗ്. ലാലേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ എല്ലാം കൊണ്ടും ഒരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. തകർത്തു. താങ്ക് യു സോ മച്ച്. എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഹാപ്പിനെസ് എന്തായിരുന്നു? ഒരുപാട് ഇഷ്ടമായി എല്ലാവർക്കും. നല്ല പടത്തിൽ നല്ലൊരു റോള് ചെയ്യാൻ പറ്റും. അടിപൊളിയായിരുന്നു. ഞാനീ പറഞ്ഞ പോലെ ലാലേട്ടൻ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലാലേട്ടനുള്ള സിനിമകളിൽ ഒരെണ്ണമായിട്ട് ഇത് ഇപ്പോഴും ഉണ്ടാവും. ഈ ചെറിയ ഡ്രാമ എന്നിട്ട് ഒരിക്കൽ വെച്ചിട്ട് ഇത്രയും വലിയൊരു ഹൈപ്പ് ഉണ്ടാവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. തിയേറ്റർ ഇമ്പാക്ട് ഇത്രയും വലിയ ഇമ്പാക്ട് ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു, ഫാമിലി ഡ്രാമ, നല്ല സിനിമയാണ്. ഞാനിതിലൊരു പാർട്ടായത് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇതിലൊരു പാർട്ടാവാൻ പറ്റിയത്. ആൻഡ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫിലിം. ഒരു ഫാമിലി ഡ്രാമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഓവർവെൽമിങ് മൊമെൻറ്റ്സ് ഞാൻ നല്ലോണം എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാവരുടെ കൂടെ ഇരുന്ന് കണ്ട്. ആൻഡ് ഐ എം റിയലി ഹാപ്പി. ലൈക്ക് റിയലി കംഫർട്ടബിൾ. എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഞാൻ ഷിപ്പിൽ 10th ആയിരുന്നു. പക്ഷേ എല്ലാവരും എന്നെ കംഫർട്ടബിൾ ആക്കി. ഓഡിയൻസിന്റെ ഒരു പ്രതികരണം എനിക്ക് ഇവിടുത്തെ പൾസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ കോളുകൾ വരുന്നത് കാണുമ്പം എല്ലായിടത്തും വർക്കാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി കുറച്ചും കൂടി അടുത്തറിയുമ്പോഴേ നമ്മൾ ഇനിഷ്യൽ ഒരു തിയേറ്ററിൽ എന്നുള്ളതെന്ന് വെച്ചാൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലായിടത്തും കിട്ടണ പക്ഷേ പോസിറ്റീവാണ്. എല്ലാവരും വളരെ അധികം രീതിയിൽ നന്ദി പറയുന്നുണ്ട് തരുണേട്ടനോട്. പിന്നെ ഇങ്ങനെ ഒരു പടം ഒരു ടീം വർക്കാണ്. എല്ലാവരും ഭയങ്കര ആത്മാർത്ഥമായിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയപ്പം, നല്ല കുറേ ക്യാരക്ടേഴ്സിനെ കിട്ടിയപ്പോൾ, നല്ല കുറേ അഭിനേതാക്കളെ കിട്ടിയപ്പോൾ, അതിനൊപ്പം ലാലേട്ടൻ വന്ന് നിന്നപ്പോൾ ഉണ്ടായൊരു മാജിക്കാണ്. നമ്മളാരും അതിന് വേണ്ടി അങ്ങനെ എന്താ പറയുക തിരിച്ചുകൊണ്ടുവരും അങ്ങനെയൊന്നും ചെയ്തതല്ല. ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ബട്ട് നമ്മൾ സ്ക്രിപ്റ്റ് വൈസ് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പടം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് തിരിച്ചിട്ട് ലാലേട്ടൻ തിരിച്ചിട്ട് പോലെ ഫീൽ ചെയ്തു. ഇനി ലാലേട്ടന് ശോഭനമാം എല്ലാവരുമായിട്ട് തിയേറ്ററിൽ കാണാൻ ഞങ്ങളുടെ സ്ട്രാറ്റജി അതാണ്. അവരെല്ലാവരും ഒരുമിച്ചൊരു റിവ്യൂവിന് വരും. സ്വാഭാവികമായിട്ട് ലാലേട്ടൻ ഇതിന്റെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും. അപ്പം വിളിച്ചിരുന്നു. വീഡിയോ കോളിൽ വന്നിട്ടുണ്ട്. വില്ലനായിട്ട് അഭിനയിച്ചപ്പോൾ അത് മാത്രമല്ല ബ്രില്യൻ സസ്പെൻസ് ആണ്. സസ്പെൻസ് ആണ്, പക്ഷെ അത് വളരെ ബ്രില്യൻ്റ് ആണ്. ലാലേട്ടൻ സൂപ്പർ. പഴയ ലാലേട്ടനെ ഞങ്ങൾ കണ്ടു. അതുപോലെ പുതിയ മുഖങ്ങളെല്ലാം നല്ല അടിപൊളി. കാണണം, എല്ലാവരും കാണണം. കഥയാണ് ഇത് പറഞ്ഞേക്കുന്നത്. സാധാരണക്കാരനിടയിൽ ഉണ്ടാകുന്ന സംഭവം, ഉദ്യോഗസ്ഥ ലോബി നമ്മുടെ മുകളിലേക്ക് അടിച്ചു ഏൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ ഈ റൈറ്റർക്ക് കഴിഞ്ഞു. അത് ഡയറക്റ്റ് ചെയ്യാൻ തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടറിന് കഴിഞ്ഞു. ഇതിൻ്റെ BGM ഒരു രക്ഷയില്ല, നമുക്ക് ഒരു ഇറിറ്റേഷനും ഇല്ല, ഒരു ലാഗും ഇല്ല. ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു, ലാസ്റ്റ് നമുക്ക് ക്ലൈമാക്സും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. അടിപൊളി പടമാണ്. തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ എന്താണോ പറഞ്ഞത് അത് ഗ്യാരണ്ടി ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ സ്റ്റണ്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് അഭിനയിക്കാൻ പറ്റുന്നെങ്കിലും എത്ര പവർഫുൾ ക്യാരക്ടർ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ എന്ന് പറഞ്ഞാൽ പറയുന്ന രീതിയിലേക്ക് ആ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിശയമാണ്. ഒരു ആക്ടർ എന്താണോ പഠിക്കേണ്ടത് അത് ലാലേട്ടൻ്റെ അഭിനയം കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ പറ്റും. അത്ര നല്ല സിമ്പിളായിട്ട് ചെയ്തേക്കാണ്. അടിപൊളി സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഈ അടുത്തുള്ള സിനിമ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല സിനിമ തുടരും മൂവി തന്നെയാണ്. ലാലേട്ടൻ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, ഒന്നും പറയാനില്ല. ദൃശ്യം കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലാലേട്ടൻ്റെ ഒരു ഔട്ട്ബ്രേക്കിംഗ് മൂവിയാണ്. നല്ല ഫാമിലി മൂവിയാണ്. ശോഭനമായി നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാസ്റ്റ് എനിക്ക് അടിപൊളി. പിന്നെ ഫാമിലി മൂവിയാണ്. എല്ലാവരും വന്ന് കാണണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. സൂപ്പർ മൂവി. നല്ലൊരു തിരക്കഥയും നല്ല സംവിധായകനാണെങ്കിൽ ലാലേട്ടനെ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ദൃശ്യത്തിന് മേളിൽ നിൽക്കുന്നുണ്ട് പടം. നല്ലൊരു ഇമോഷണൽ ത്രില്ലറാണ്. എല്ലാവരും വന്ന് കാണണം. ആക്ഷൻ സീനൊക്കെ അങ്ങ് കോരിത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും കണ്ടത്. പിന്നെ ഇമോഷണലി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല പടമാണ്, നല്ല ബ്ലോക്ക് ബസ്റ്ററാണ്. ഇത് 100 കോടി വരെ പോകുന്നതായിരുന്നു. ലാലേട്ടൻ ആരാധകർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു പടമാണ്. പഴയ ലാലേട്ടന് നമുക്ക് തിരിച്ചു കിട്ടി എന്ന് പറയാം. എല്ലാം ഉണ്ട്. അത്യാവശ്യം ഫൈറ്റുണ്ട്, പിന്നെ കോമഡിയുണ്ട്. എല്ലാം കൊണ്ടും ഒരു മികച്ച ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. കുറേ കാലത്തിന് ശേഷം ലാലേട്ടൻ്റെ ഇത്തരത്തിലുള്ളൊരു പടം കുറേ കാലത്തിന് ശേഷം വരുന്നൊരു പടമാണ്. ലാലേട്ടനും ശോഭന മാമിനുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളായിട്ടൊരു ഫാമിലി സ്റ്റോറി പറഞ്ഞു പോവുകയാണെന്ന്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ഇൻ്റർവെൽ ആകുമ്പം ടെൻഷനായി. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഭയങ്കര സസ്പെൻസും ത്രില്ലും പിന്നെ ആക്ഷനും ഒക്കെ ഉണ്ട്. ലാലേട്ടൻ ഇങ്ങനെ അടിപൊളി ആക്ഷനിൽ വരുന്ന
ആ ഒരു ത്രില്ല് എനിക്കൊന്ന് ഫാൻസിനൊക്കെ അത് ഇഷ്ടമാവും. പിന്നെ ഒരു സാധാരണ ലാലേട്ടൻ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു അച്ഛൻ ഒരു ഹസ്ബൻഡ് ആ രീതിയിലുള്ള എല്ലാവരും കാസ്റ്റിംഗ് വാസ് റിയലി ഗുഡ്. വില്ലനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കൂടുതൽ സസ്പെൻസ് പറയുന്നില്ല, സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടാൽ മനസ്സിലാവും. തരുൺമൂർത്തി സാറിന് എന്തായാലും ഒരു വലിയ കൺഗ്രാറ്റ്സ്. കാര്യം പുള്ളി ഒട്ടും പ്രതീക്ഷ തന്നില്ല. സാധാരണ ഞാൻ ശരിക്കും വന്നത് ഒരു സിമ്പിൾ ഒരു ഫാമിലി എൻ്റർടൈനർ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് ഇൻ്റർവെൽ പുള്ളി പറഞ്ഞതൊന്നും അല്ല സിനിമ. ഭയങ്കര ഡിഫറെൻ്റ്. അപ്പോൾ ഇവിടെ വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. നല്ല കൺഗ്രാറ്റ്സ് ടു ഹോൾ ടീം. പടം നല്ല എന്താ പറയുക, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. സ്വാഭാവികമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. സെക്കൻഡ് ഹാഫിലത്തെ വല്ല കാര്യം കേട്ടോ. അപ്പം നല്ലത് കൊടുത്താൽ പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ കാട്ടിക്കൂടേണ്ട ആവശ്യമൊന്നുമില്ല. എനിവേ താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.